ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ വീട് RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ സന്ദർശിച്ചു. സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളെയും ഉൾപ്പെടുത്തണമെന്ന് മനയത്ത് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. സർക്കാരിൽ നിന്നും ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് നൽകാനുള്ള കുടിശ്ശിക തുകകൾ ഉടൻ തന്നെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇബ്രാഹിം ഹാജിയുടെ പരാതികൾ യഥാസമയം പരിശോധിച്ച് നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരം സംഭവത്തിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് N. മനോജ്, മഹിളാ ജനതാ മണ്ഡലം പ്രസിഡന്റ് പുഷ്പ, RJD പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബാലകൃഷ്ണൻ, വാഴയിൽ സുരേന്ദ്രൻ എന്നിവർ കൂടെയുണ്ടായിരുന്നു. ഇബ്രാഹിം ഹാജിയുടെ ആത്മഹുതി വ്യക്തിപരമായും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. വടകര വരുമ്പോഴെപ്പോഴും ബന്ധപ്പെടാറുണ്ടായിരുന്നു. ആ ദാരുണമായ സംഭവത്തിനിടയാക്കിയത് ബന്ധപ്പെട്ട ആളുകളുടെ അശ്രദ്ധയും പ്രശ്നങ്ങളെ ഗൗരവമായി പരിഗണിക്കാത്തതുമാണ്. 75 ലക്ഷത്തോളം രൂപ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതൊരു പരിഹാരം, നീതി ലഭിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിക്ഷേപം തിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണം വരുത്തിവെച്ച പ്രയാസങ്ങൾ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുമില്ലെങ്കിലും നിക്ഷേപത്തിന്റെ കൂടെ നഷ്ടപരിഹാരവും കൂടി കൊടുക്കാൻ സഹകരണ വകുപ്പും ഗവൺമെന്റും തയ്യാറാവണം. കേരളത്തിലെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് എല്ലാം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരെടുക്കുന്ന വർക്കുകൾ പൂർത്തീകരിച്ചിട്ടും സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. അതുകൊണ്ട് അടിയന്തരമായും സർക്കാർ മുൻകൈയെടുത്ത് കേരളത്തിലെ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അവർ വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അവിടെ കുടിശ്ശിക മുഴുവൻ കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥാപനങ്ങളിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസിൽ ആവർത്തിക്കാൻ ഇടയാകും. അടുത്ത ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ച നിക്ഷേപ ഗ്യാരണ്ടി സ്കീമുണ്ട്. അതിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വരുന്നില്ല. അപ്പൊ അത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൂടി അത് ഉൾപ്പെടുത്തുകയും ചെയ്യണം. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന്റെ പരിധി ഇപ്പൊ 5 ലക്ഷം വന്നു, 10 ലക്ഷമായി. അത് നിക്ഷേപത്തിന്റെ അത്രയും തുക അതിന്റെ വിഹിതം ഈ സ്കീമിലേക്ക് സർക്കാർ ഈടാക്കുന്നുണ്ട്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൂടി അതിൽ ഉൾപ്പെടുത്തുകയും അതിന്റെ പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. മറ്റൊന്ന്, സഹകരണ വകുപ്പ് ഒരു പുനരുജ്ജീവന ഫണ്ട് ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനത്തിന് വേണ്ടി ഫണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതും ഫലപ്രദമായി വിനിയോഗിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. പിന്നെ ഇത്രയും സംഭവം ഇപ്പം പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അത്തരമൊരു സംഭവമുള്ള അടിയന്തരമായും കേസ് രജിസ്റ്റർ ചെയ്ത് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും സഹകരണ വകുപ്പും പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ 75 ലക്ഷം രൂപ നിക്ഷേപിച്ചതിന് പലരും ആരോട് പറഞ്ഞിട്ടും ആരും അത് ഏറ്റെടുക്കുന്നില്ല, ആരും സഹായിക്കുന്നില്ല, ആരും പിന്തുണക്കുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് ഇബ്രാഹിം ഹാജി ഒരു വളരെ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന രൂപത്തിൽ പെട്രോളൊഴിച്ച് ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ സംവിധാനം സഹകരണ വകുപ്പും സർക്കാരും ആഭ്യന്തര വകുപ്പും ചെയ്യുക എന്നതാണ് ഇതിന് പരിഹാരം. അദ്ദേഹത്തിന് നിക്ഷേപത്തോടൊപ്പം ഈ ഒരു വലിയ ദുരന്തത്തിന് നഷ്ടപരിഹാരവും കൂടി നൽകി പ്രശ്നം അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്.